മധുരം സാധനമില്ലാതെ കാപ്പി കുടിക്കാൻ എനിക്ക് ആലോചിച്ചുകൂടെ വയ്യ. തങ്കച്ചീർക്ക് അപ്പോൾ ഇപ്പം നമ്മൾ വന്നേക്കുന്ന അടുത്തൊരു ഷൂട്ടിംഗ് സ്പോട്ടിലാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പേര് വന്നിട്ട് ടോഡാമൺ വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഫ്രീ പാർക്കാണ്. 8 മൈൽ. ഇതൊരു ഷൂട്ടിംഗ് സ്പോട്ടാണെന്ന് എനിക്കറിയുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. എൻ്റെ എക്സാക്ട് നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് വ്യൂ ഈസ് ഓക്കെ, കൊള്ളാം, നൈസാണ്. പിന്നെ പൈൻ ഫോറസ്റ്റിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരുപോലെ അതൊക്കെ തന്നെ ഇരിക്കുന്നത്. സോ പിന്നെ ഇവിടെ മങ്കീൻ്റെ ശല്യമാണ് അൺസഹിക്കബിൾ. സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. വ്യൂ കാണിച്ചു തരാം. അണ്ടകളാകും കുഞ്ഞു വാ. പിന്നെ ഒരു ഡ്രമ്മിന്റെ വാക്കാൻ പറയാം അവരടുത്ത്. ഇല്ല അവിടെ ആർക്കും കൊടുക്കും. போலாமா? ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. 3 ദിവസം ഇവിടെ വന്നപ്പോൾ 2 ദിവസവും നേരെ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങി 3 സ്പോട്ട് കവർ ചെയ്തു. ആൻഡ് ഇനി ലഞ്ച് കഴിച്ചിട്ട് ബാക്കി. നല്ല ബ്ലോക്കാണ്, കാണിച്ചു തരാം. സോ നമ്മൾ പൈക്കാര എത്തി. പനുവൽ ലഞ്ച് കഴിച്ചിട്ട് പോകാം. ഇവിടെ ഒരു കുഞ്ഞ് സെറ്റപ്പ് ആയിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതുള്ളൂ. ബ്ലോക്കായി. ഇവിടെ മീൽസ് കിട്ടും. എനിക്ക് മീൽസ് വേണ്ട. എനിക്ക് ഫ്രൈഡ് റൈസ് മതി. കുഴപ്പമില്ലാന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി വി ആർ ഗോയിങ് ടു പൈക്കാറ വാട്ടർഫോൾസ്. അല്ലെങ്കിൽ ഇത് ഓക്കെ. അപ്പോൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ ഇവിടുന്ന് വാട്ടർഫോൾസിലോട്ട് 300 മീറ്ററേ ഉള്ളൂ. ടൈമിംഗ് കണ്ടല്ലോ, 8:30 തൊട്ട് 5:30 വരെ. നിങ്ങൾ എത്രത്തോളം രാവിലെ വരുന്നോ അത്രയും തിരക്ക് കുറഞ്ഞിരിക്കും. ഇപ്പോഴൊക്കെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്.
എൻട്രൻസ് ഫീ 30 rupees ആണ്. ഓ എനിക്ക് എവിടെ ഇരിക്കാമോ കുറച്ചു നേരം? വാ നാടെ വലിയ നിങ്ങൾ അടുത്തേക്കല്ലേ. മാറി തരാൻ പറഞ്ഞാലും മാറൂല കേട്ടാ. ചിറ്റിയതായി എന്ത് അതുകൊണ്ട് വീഡിയോ ഹലോ ഹലോ പറഞ്ഞ നോക്കും കേട്ടോ. അത്തടാ അവിടുന്ന് അങ്ങനെ നടന്ന് അങ്ങ് പോണം. നല്ല ഫോൾസ് കാണാൻ പറ്റുള്ളൂ. നല്ല കാറ്റുണ്ട്. ആഹാ സുഖം. താഴെ കൂടെ പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പുറത്തൊരു വഴിയുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നോക്കാൻ വിചാരിച്ചു. ഞാനിപ്പോൾ പൈക്കാറ വാട്ടർഫോൾസിലാണ്. സോ മുക്കുർത്തി പീക്കിൽ നിന്നാണ് ഈ റിവറിൻ്റെ സ്റ്റാർട്ടിങ്. ആൻഡ് അവിടെ നിന്ന് ഇതിങ്ങനെ വന്ന് ഒരു ഇതിൻ്റെ ലാസ്റ്റ് 2 falls താഴെ ഇറങ്ങുന്ന പടിയായിട്ടാണ്. അതായത് 55 മീറ്ററിലും പിന്നെ 61 മീറ്ററിലും പടിയായി ഇറങ്ങുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് ആൾക്കാർ കാണാൻ വരുന്നത്. പക്ഷേ ഇന്ന് പ്രാവശ്യം വെള്ളം കുറച്ച് കുറവാണ്. സോ അത്ര ബ്യൂട്ടിഫുൾ എനിക്ക് തോന്നുന്നില്ല. എനിവേസ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് പൈക്കാറ വാട്ടർഫോൾസ്. നമ്മുടെ നാട്ടിലുള്ളത് ഇത്രയും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. താഴെ വരെ പോകേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് ഇതൊക്കെ തന്നെ അവിടെയും കാണുന്നു. ഇനി ഈ പടിയെല്ലാം തിരിച്ച് കയറി പോകണം. അയ്യോ എനിക്ക് വയ്യേ. അതിവിടെ വന്ന് അപ്പൊ ഈ കാപ്പി കുടിക്കാൻ വിചാരിച്ചു. തളർന്നു. വിത്തൗട്ട് ചായ. കാപ്പി കുടിക്കാനിരിക്കുന്ന കാണണം. കാപ്പി കുടിച്ചത് എക്സ്പ്രഷൻ. ഇനി അമ്മ കുടിക്കും. റിയാക്ഷൻ ബീന റിയാക്ട്സ്. മധുരം സാധനമില്ലാതെ കാപ്പി കുടിക്കാൻ എനിക്ക് ആലോചിച്ചുകൊണ്ട് വരിക. എന്റെ തണ്ണി പല്ലിന്
പ്രൈസും കൂടുതലുണ്ട്. 30 രൂപയുള്ളൂ. തോന്നിയ വില ഓപ്പോസിറ്റ് പീസ് അല്ല മറ്റേ എന്തല്ല ഉപയോഗിക്കുന്നത് നമ്മളെ വണ്ടി വന്നാച്ച്. എല്ലാം തറയെ കിടക്കും. മരത്തിലൊക്കെ ഇത്ര മങ്കിയാ. അവിടെ ഒരു മനുഷ്യക്കണ്ണി ഒന്നുമില്ലടാ. മനുഷ്യക്കരങ്ങ് മനുഷ്യക്കരങ്ങ്. Google Pay 350. இதுதான் கோகோ ஃப்ரூட், இதுதான் கோகோ பீன். இந்த பீனில் தான் நம்ம சாக்லேட் பண்ணுவோம். ஒரு வால்நட் ட்ரைவ் தான் ஃபர்ஸ்ட் இந்த கோகோ ஃப்ரூட்டை தண்ணி குடிச்சாங்க. இவங்க வந்து சவுத் மெக்சிகோ சேர்ந்தாங்க. 250 900 பீரியடில் ஆல்மோஸ்ட் பீப்புள் வந்து இந்த நாலேஜை மாயன் பீப்புள் ஷேர் பண்ணாங்க. மாயன் வந்து சவுத் அமெரிக்காவை சேர்ந்தாங்க. மாயன் தான் கோகோ பீன் வந்து கோகோ ட்ரிங்க் எடுத்திருக்காங்க. 1300 வந்து 1500 பீரியடில் ஆசெக்ஸ் சிவிலிசன் மாயன் கூட சண்டை போட்டு அவங்களுக்கு இருந்த கோகோ பீன் கோகோ ட்ரிங்க்லாம் வாங்கிட்டாங்க. ஆசெக்ஸ் சிவிலிசன் கோகோ பீனை ட்ரேடிங் பர்பஸ்க்கு யூஸ் பண்ணியிருக்காங்க. 1500 பீரியடில் ஸ்பானிஷ் பீப்புள் ஆஸ்டெக் கூட சண்டை போட்டு அவங்ககிட்ட இருந்த கோகோ பீன் கோகோ ட்ரிங்க்லாம் இவங்க வாங்கிட்டாங்க. இது பாருங்க. அவர் பேர் ஜேஎஸ் பிரான்சிஸ். அவர் கண்டுபிடிச்சது டார்க் சாக்லேட். அவர் வந்து பிரிட்டிஷ் சாக்லேட். 1853 திருநெல்வேலியில் கோகோ கொண்டு வந்து விதைச்சாங்க. பட் அந்த கிளைமேட்டுக்கு அந்த மரம் வளரல. அதனால இடத்த மாறிட்டாங்க. கல்லாறு அப்படின்ற ஒரு இடம் இருக்குது, அங்கே வச்சு இந்த மரம் வளருது. இது வந்து என்பிஎஸ் என்னோட கம்பெனி நீலகிரி ப்ராடக்ட் ஷோ 1942 ஸ்டார்ட் பண்ணுது. இண்டிபெண்டன்ட் ஆகிறதுக்கு முன்னாடி ஊட்டி எதுக்கு ஃபேமஸ்னா டீ பவுடர்ஸ்க்கு ஸ்பைசஸ் பண்ணலாம். இவங்க கண்டுபிடிச்ச சாக்லேட்ஸை பேஸாக வச்சு அதுக்கப்புறம் நாங்கள் நிறைய சாக்லேட்ஸ் டெவலப் பண்ணோம். இதான் மாயில்ஸ் அண்ட் ஆஸ்டெக் கோகோ பீன் தான் இவங்களோட அடையாளம். இவங்க கண்டுபிடிச்ச கோகோ ட்ரிங்க் கோகோ ஃப்ரூட் எடுத்தோன்னே இவங்க சாப்பிடலாம். ஃபர்ஸ்ட் ஒரு குரங்கு கொடுத்து பார்த்தாங்க. குரங்கு எப்படி சாப்பிடுன்னு பார்த்து குரங்கு பார்த்து சாப்பிட கற்றுக்கிட்டாங்க. ஏன்னா எல்லாமே ட்ரைபல்ஸ். ஸோ இவங்க கண்டுபிடிச்ச கோகோ ட்ரிங்க் ரொம்ப கசப்பாக இருக்கும், நல்லா ஃப்ளேவர் ஆகும். ஹனி, சில்லி, பெப்பர், சீ சால்ட் இதெல்லாம் ஆட் பண்ணி தான் குடிச்சாங்க. இந்த கோகோ ட்ரிங்கை மெடிக்கல் பர்பஸ்க்கு யூஸ் பண்ணியிருக்காங்க. இந்த கோகோ ட்ரிங்க் எல்லா மக்களுக்கும் போய் சேராது, ராயல் பீப்புள் மட்டும் தான் போய் சேரும். ராஜா ராணி இந்த மாதிரி ஆட்களுக்கு. ஏன்னா இது வந்து அந்த காலத்தில் அந்த அளவுக்கு வேல்யூபிளாக இருந்துச்சு. Nestle chocolate founder, there is Rudolf Lindt chocolate founder, there is Daniel Peter. Rudolf first chocolate sugar and milk powder add பண்ணிருக்காரு. ஏன்னா சாக்லேட்டோட ரியல் டேஸ்ட் கசப்பு, Rudolf sweet chocolate கண்டுபிடிச்சது. ஸோ இவங்க 3 பேருமே சுவிட்சர்லாந்து நாட்டை சேர்ந்தவங்க. ചോക്ലേറ്റ് ഉണ്ടോ ഉണ്ടാക്കിയതല്ലേ? അത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയത്. Oh my god. ഇന്റെ വെള്ള ഉടുപ്പ്. അയ്യോ ലിപ്സ്റ്റിക് ഒക്കെ ഡാർക്കായി. How much? 150 gram இருக்கு, 300 gram இருக்கு, 170 to 320. 150 gram. ஹாட் சாக்லேட் பவுடரும் இருக்கு, கோகோ பவுடர். இதில் வந்து உங்களுக்கு சுகர் எல்லாமே ஆடாக தான் இருக்கும். இது ஆட் இருக்காது, பிட்டர் அதிகமாக இருக்கும். உங்களுக்கு எவ்வளோ சுகர் வேணுமோ நீங்கள் ஆட் பண்ணிவிட்டு அதில் வந்து மில்கில் பிளெண்ட் பண்ணணும். இது பிளெண்ட் பண்ணணும்னு இல்லை, டைரெக்டாக ஹாட் மில்க் யூஸ் பண்ணலாம். இது கோகோ பவுடர் 190, இது வந்து 170. இதில் எல்லாமே ஆட் பண்ணணும் இல்லை? எல்லாமே நீங்கள் எல்லாமே ஆட் இது ஆட் பண்ணுது. ஆக்சுவலாக இதுக்கு எக்ஸ்பிரி கிடையாது, எஃப்எஸ்எஸ்ஐக்காக போட்டிருக்கிறது, அவ்வளோதான். டீ பவுடர் டேஸ்டி தானே?
உங்களுக்கு எவ்வளோ அதிகமாக வேணுமோ அவ்வளோ போட்டிங்கன்னா அவ்வளோ டேஸ்டியாக இருக்கும். ഓക്കെ ഓക്കെ ഓക്കെ. பேமெண்ட் அங்கே. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. കൊള്ളാം, നൈസ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പ്രസന്റ് ആയിട്ട് തന്നത്? ഞങ്ങൾക്ക് പ്രസന്റ് ആയിട്ട് തന്നില്ല. എന്താ ഹോട്ട് ചോക്ലേറ്റ്. താങ്ക്സ് ഗീതു. താങ്ക്സ്. കൊള്ളാം ഗീതു. കാർത്തികിന് കൊണ്ടുപോകാനായിട്ട് ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾ പകുക്കുന്ന കാര്യമൊക്കെ പറയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ അവനെണ്ണം കൊടുത്തില്ലേ? സന്തോഷമായി. ഞാൻ പറഞ്ഞു ഗീതു, ഞാൻ കേട്ടില്ല. നിന്റെ അടുത്ത് ഞാൻ എന്തോ പറയണം. നിനക്ക് ഇപ്പൊ നീ നിന്റെ ഭാഷയിൽ നിൽക്കുവാണ്. ഞാൻ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക്, അല്ലേ? അല്ലേ? എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ കാർ വന്നു ഗൈസ്. ഞാൻ കാണിക്കട്ടെ. അതെ 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 അതെ. നമ്മൾ റൂമിലെത്തി, സോറി വീട്ടിലെത്തി. എടി ഇത് പിടിക്കോടി. എടി നിന്നെ ഞാൻ പിടിക്കത്തില്ലടാ, എനിക്ക് വിശ്വാസമില്ല. ഓ സോറി, ഇത് ക്യാരറ്റ് ആയിരുന്നു. സോറി, ബാക്കിയുള്ള ഞാൻ കണ്ടില്ല. ചെടി മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ അനിയത്തിക്ക് ബാൽക്കണിയിൽ ഒരു ഫോട്ടോ എടുക്കണം, എടുത്തു കൊടുക്കണം. ഇത് ഇവിടെ നിൽക്കണം, അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. അവിടെ ആളില്ലേ? വാ ഇങ്ങോട്ട്. സൺസെറ്റ് നല്ല രസമുണ്ട്. വാ. എപ്പോഴും സൺസെറ്റ് കാണാൻ പറ്റത്തില്ല കേട്ടോ. അതാ നമ്മളിവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് നമ്മളെ വിളിച്ച് അങ്ങോട്ട് പറയാൻ വേണ്ടി പറയണം ഗൈസ്. ഞങ്ങൾ സ്വെറ്ററിലാകെ നിൽക്കുകയാണ്. എനിവേസ്, ഇന്നും കൂടെ ഈ സൺസെറ്റ് കാണാൻ പറ്റുള്ളൂ. ബൈ ബൈ ഊട്ടി. I will miss ഊട്ടി. കുറച്ചും ബാക്കി പറ്റാത്ത ആളല്ലേ ഗീതു ശശി. ഇന്ന് രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുന്ന മൈ ഫാമിലി, ലൂഡോ കളിക്കുന്ന പിള്ളേർ. അറിയാലോ, ഇവിടെ മാസ്റ്റർ ആണല്ലേ. നമുക്ക് ഇത് ചിന്ന ചേച്ചിയായിരുന്നു അസൈൻ ചെയ്യാം. ക്രോസിനുണ്ട് ഉണ്ടോ തോന്നുന്നു. ക്രോസിനില്ല. ക്രോസിന് എന്നെ കാണും. ജലൂസിന് മതിയോ? എന്റെ ബാക്ക്ഗ്രൗണ്ട് കാത്തിരുന്നു. എന്റെ കളി കളിച്ചോ? അല്ലല്ല, ഇത് ബോട്ടിൽ നിനക്ക് Day 4 of our ഊട്ടി ട്രിപ്പ്. ഇന്ന് എന്തായാലും
ഉച്ചയ്ക്ക് എല്ലാം കവർ ചെയ്യാൻ 2 സ്ഥലത്തും കൂടെ പോകാനുള്ളൂ. അതായത് ഡോൾഫിൻ നോസും പിന്നെ ലാംസ് റോക്കും ഓൺ ദ വേ പോവാണ്. ഞങ്ങൾക്ക് 3 മണിക്ക് ഉച്ചയ്ക്ക് ട്രെയിനാണ്. അപ്പോൾ അതും ഫ്രം കോയമ്പത്തൂറാണ്. ഞങ്ങൾ അവിടെ എത്തണം അതിന് മുന്നേ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ 2 സ്ഥലത്ത് മാത്രം പോവുക എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രിവാൻഡ്രം പോകുന്നതാണ്. അപ്പം അതോടെ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് തീരുന്നതാണ്. സോ ഇതിപ്പം ബാൽക്കണിയിലെ കാഴ്ചയാണ്. ഓക്കെ ഇനിയുണ്ട്. അതാണ് കാതറിൻ ഫാൾസ്. ഗോവ കാണുന്നത്. ഒരാൾക്ക് 30 രൂപയാണ് ഗൈസ്. അയ്യോ ഇവിടെ മൊത്തം മങ്കീസ് ആണ്. അയ്യോ 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 ആ കാണുന്നതാണ് കാതറിൻ ഫാൾസ്. മൈ ഗുഡ്നസ്. ഒരു പേടിയുമില്ലാതെ നിൽക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോൾഫിൻസ് നോസ് വ്യൂ പോയിന്റിലാണ്. ഡോൾഫിൻ നോസ് എന്ന പേര് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഡോൾഫിൻസ് നോസ്. സോ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ വാട്ടർഫോൾസ് ഒക്കെ കാണാം. 174 മീറ്റർ ഹ്യൂജ് ഹെഡ് റോക്കി ലാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. 348 എബവ് സീ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇപ്പോൾ കണ്ടത് കാതറിൻ വാട്ടർഫോൾസ് ആണ്. ആൻഡ് ദ വ്യൂ ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. സീനറി കണ്ടോണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചൊരു ഫോൺ. Lots of monkeys. എല്ലാ കാർത്തിക്കിന്റെ ഫ്രണ്ട്സ്. ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ. ഫീഡ് monkeys. നന്ദി കാർത്തു.
എനിക്കൊരു സാധനം വേണം. ये वाला ये वाला ഈ വട്ടത്തിലുള്ള സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്കിടെ ഊട്ടി ട്രെയിൻ വേണോ? കൊള്ളാവോ? ഇത് മാഗ്നറ്റ് അമ്മ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുവാ അല്ലേ അമ്മ? സ്പൈസസാ? അല്ല, ഈ തലമുടി വളരാനുള്ള ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. വാങ്ങിച്ച് ഇത് എത്ര? ഇത്രേ ഇത് ഗോളി സോഡയാ? കോൾഡ് ഇരിക്കാ? ഓറഞ്ച് ഇരിക്കാ? ഗോളി സോഡ ഓറഞ്ച്. എനിക്ക് കാപ്പി എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതാ ഞാൻ പറഞ്ഞു തണുത്ത് എടുത്തോണ്ട് വരാം. എത്ര എണ്ണം വേണം? നിനക്ക് വേണോടാ കാപ്പി? നിങ്ങള് കോഫി ഉണ്ടോന്ന് ചോദിച്ചു. കാണുമായിരിക്കും. കോഫി ഇരിക്കാ? ഉണ്ട് ഉണ്ട്. ഓക്കെ ഉണ്ട് ഉണ്ട്. ഷുഗർ കമ്മി പോടുങ്ക കോഫിക്ക്. ഇതെടുക്കും ഒരു കോഫി. ഓക്കെ, താങ്ക് യു. ഓ അങ്ങനെ ചൂടാണ്. നല്ല കാപ്പിനാ പറഞ്ഞത്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ. കൊഞ്ചം കൂടെ ഷുഗർ വേണം. താങ്ക് യു. എനിക്ക് இப்படி ஒரு தங்கச்சி இருக்கு. உனக்கு புரியல? ഇതിനിടയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോവാ. നല്ലതാ, നല്ല ഐഡിയ. ഓക്കെ, സോ നമ്മൾ TST കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. Now we are going to Lamb's Rock. Let's go. My God, ഞങ്ങൾ ലാംസ് റോക്കിൽ പോകുന്ന വഴി കാണുന്ന ഒരു വ്യൂ ആണ് ഗൈസ്. Oh my God, it's worth. So now we are at Lamb's Rock viewpoint. ഇവിടുന്ന് 5 minutes walk ഉള്ളൂ ടു ദ വ്യൂ പോയിന്റ്. സോ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 7 പേരുള്ളതുകൊണ്ട് 210 rupees ആയി. ആൻഡ് അഡൾട്ടിന് ₹30 per person ആണ്. നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം വെയിലായിരുന്നു, അപ്പോൾ തണുപ്പായി. തമിഴിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. അതിന് മുന്നേ ലഞ്ച് ഉണ്ട്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ദെൻ സ്ട്രെയിറ്റ് ടു ട്രിവാൻഡ്രം.
നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ ഡിലേ ആണ് ഗൈസ്, 3 മണിക്കൂർ ഡിലേ. അപ്പോൾ 7:50 ട്രെയിൻ എത്തുള്ളൂ. മൂഞ്ചി. അയ്യോ സമാധാനമായി ഗൈസ്, സമാധാനമായി. മെയിൻലി നമ്മുടെ ട്രെയിൻ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. Oh, that's all right.